പ്രിയ സഹോദരങ്ങളെ, ഞാൻ നാണുവേട്ടൻ തൂവക്കുന്ന്. ഞാൻ 10ഓളം മ്യൂസിക്കൽ ആൽബവും ഒരു ടെലിഫിലിമും അതുപോലെ തന്നെ ഒരു 3 മണിക്കൂറുള്ള ഒരു പടവും എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഓരോ കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് എൻ്റെ ഉദ്ദേശ ലക്ഷ്യം. അതിൽ ഞാൻ ആരെയും ഇകഴ്ത്തി കാട്ടിയിട്ടില്ല. വാട്സപ്പിൽ എന്നെപ്പറ്റി ഒരു വോയിസ് മെസ്സേജ് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കേട്ടപ്പോഴാണ് ഇതിനൊരു മറുപടി തരണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അത് നമുക്ക് കേട്ട് നോക്കാം. 5ാം ക്ലാസ്സുകാരനോ ദേശീയ അവാർഡ്. ചങ്ങമ്പുഴയും കൈതപ്രവും എത്ര എഴുതി. ഒറ്റപ്പാട്ടിനായി ഇവനെ തേടിയെത്തിയോ ബഹുമതി. നാണുവേട്ടൻ തള്ളിപ്പറഞ്ഞു പരസ്യമായി. കണ്ണന്റെ നേട്ടത്തെ നിസാരമാക്കി എല്ലായിടത്തും. നാണുവേട്ടന്റെ വാക്കുകൾ കേട്ടുമടുത്ത ജനം കണ്ണനോടായി മൊഴിഞ്ഞു. സ്നേഹം ഇനി വേണ്ട. ഹൃദയം നൊന്തു കണ്ണൻ അകന്നുമാറി. എന്നേക്കുമായി വെറുത്തു. ആ സൗഹൃദം മുറിഞ്ഞു. ഇന്നവർ തമ്മിൽ മിണ്ടാറില്ല, കാണാറുമില്ല. കാലം മായ്ക്കാത്ത മുറിവായി ആ അകൽച്ച വളർന്നു. ദൃശ്യമാധ്യമങ്ങൾ സത്യം വിളിച്ചു പറഞ്ഞു. തൊഴിൽ മന്ത്രി തൻ കൈകളിൽ പുരസ്കാരം. ആനന്ദഘോഷങ്ങളാൽ നാട് നിറഞ്ഞു. ബാൻഡ് മേളവും പടക്കവും മുഴങ്ങി. അവിടെ കണ്ണനെ കാത്തിരുന്നു ആയിരങ്ങൾ. സ്വീകരിച്ചു വീട്ടിലേക്ക് ആനയിച്ചു സ്നേഹത്തോടെ. സ്നേഹിതരെ, നിങ്ങളത് കേട്ടല്ലോ. അദ്ദേഹം ആരെക്കൊണ്ട് അത് ചെയ്യിച്ചതാണ്. അത് വാട്സപ്പിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് രംഗത്തേക്ക് വന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരിക്കലും ഒരു കലാകാരനെയും താഴ്ത്തി കെട്ടിയിട്ടില്ല. അത് കൈതപ്രം ദാമോദരൻ നമ്പൂരിക്കും അതേസമയം ചങ്ങമ്പുഴക്കും ലഭിക്കാത്ത ഈ അവാർഡ് കണ്ണൻ പൊലൂരിന് കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. വേദിയിൽ ഞാൻ പറഞ്ഞത് തന്നെയാണ്. അത് എനിക്കെതിരെ ട്രോളുകയാണ് കണ്ണൻ പൊലൂർ. ആ വോയിസ് മെസ്സേജാണ് നിങ്ങളിപ്പോഴും കേട്ടത്. ഇന്നത്തെ കാലത്ത് ആർക്ക് വേണമെങ്കിലും അവാർഡ് വാങ്ങിക്കാൻ പറ്റും. ഡോക്ടറേറ്റ് വേണോ, അത് സാധിക്കും. അതേസമയം ഏതൊരു അവാർഡും ഇന്ന് പൈസ കൊടുത്താൽ കിട്ടാവുന്നതാണ്. ഇതൊന്നും കണ്ണൻ പോലും ചെയ്തതെന്ന് ഞാൻ പറയുന്നേ ഇല്ല. പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഒരു ദേശീയ അവാർഡ് കിട്ടുന്ന സമയത്ത് അത് സാധാരണ മീഡിയയിൽ വരും, അതുപോലെ തന്നെ പത്രങ്ങളിൽ വരും. അതൊന്നുമില്ലാതെ പെട്ടെന്ന് ഇത് കിട്ടിയപ്പോഴേ ഇത് കേൾക്കുന്ന നിങ്ങൾ തന്നെ മനസ്സിലാക്കുക ഇതെങ്ങനെയാണ് ചെയ്തതെന്നുള്ള കാര്യം. ഇത് ഇൻ്റർനെറ്റിൻ്റെ കാലമാണ്. ഏതൊരു കാര്യവും ഒളിച്ചു വെക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ഇനിയും ഇതുപോലത്തെ വോയിസ് മെസ്സേജ് ഇടുകയാണെങ്കിൽ എനിക്ക് പലതും പറയേണ്ടി വരും. ഇതുകൊണ്ട് നിർത്തുന്നതാണ് നല്ലത്. സുഹൃത്തുക്കളെ, ഞാൻ ആദ്യമായി എടുത്ത ഒരു മ്യൂസിക്കൽ ആൽബമാണ് ഹൃദയ നൊമ്പരങ്ങൾ. ഈ ഹൃദയ നൊമ്പരങ്ങളിൽ ഞാൻ ഒരു അച്ഛനായിട്ട് അതിൽ അഭിനയിക്കുന്നുണ്ട്. അതിന് ശേഷം എടുത്തതാണ് ടു സീ ഡ്രീംസ്. ഹൃദയ നൊമ്പരം എന്ന മ്യൂസിക്കൽ ആൽബത്തിൽ മധു ബാലകൃഷ്ണനാണ് പാടിയെങ്കിൽ ടു സീ ഡ്രീംസിൽ ജാസി ഗിഫ്റ്റാണ് പാടിയിട്ടുള്ളത്. അതിന് ശേഷം എടുത്തതാണ് നാണുവേട്ടൻ്റെ ഓണം. അത് വളരെ നന്നായി ഓടിയിട്ടുണ്ട്. അതിൽ ഞാൻ ഓണം ആഘോഷിക്കുന്നതും അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളും അതിൽ കാണിക്കുന്നുണ്ട്. അതിന് ശേഷം എടുത്തതാണ് ഒരു ഭക്തി നിർഭരമായ ഒരു മ്യൂസിക്കൽ ആൽബം സൗവർണികാമൃതം. അത് മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതും വളരെയധികം ആൾക്കാർ കണ്ടതാണ്. അതിന് ശേഷം എടുക്കുന്നതാണ് മഴയുടെ രാഗം. മഴയുടെ രാഗം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൾ അഭിനയിച്ചുകൊണ്ട് അവൾ തന്നെ പാടുന്നതാണ്. അതിന് ശേഷം ഞാൻ എടുക്കുന്നതാണ് തിരിച്ചറിവ്. തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ അതൊരു ടെലിഫിലിമാണ്. ആ ടെലിഫിലിമിൽ 35 മിനിറ്റോളം ഉണ്ട്. അത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോഴത്തെ ഈ മയക്കുമരുന്നിനെതിരെ ഞാൻ ശബ്ദമുയർത്തിയ ഒരു രംഗം അതിലുണ്ട്. അത് പാനൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൽ ACPയും തലശ്ശേരി ഉള്ള ഒരു ജഡ്ജും പങ്കെടുത്തിരുന്നു. അവരെന്നോട് പറഞ്ഞത് നിങ്ങളിത് കേരളം മുഴുവനും കാണിക്കണമെന്നാണ്.
എൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമായതുകൊണ്ട് എനിക്ക് എല്ലാവരെയും കാണിക്കാൻ പറ്റിയിട്ടില്ല. അതിന് ശേഷമാണ് ഞാൻ എടുക്കുന്നത് കറുകമോതിരം. ഈ കറുകമോതിരം തേജസ് പെരുമണ്ണ ഏറ്റവും നല്ല സിനിമ സംവിധായകനാണ് അത് ചെയ്തിട്ടുള്ളത്. അതിൽ ഐശ്വര്യ എന്ന കുട്ടി അഭിനയിക്കുന്നു. എൻ്റെ മരണമാണ് അതിൽ കാണിക്കുന്നത്. മരണത്തിൻ്റെ ശേഷക്രിയകൾ, കർമ്മങ്ങളെല്ലാം അതിൽ കാണിക്കുന്നുണ്ട്. അതും ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഐശ്വര്യ ഇന്ന് 2 പടത്തിലും 2 ഫിലിമിലും അഭിനയിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിലിമിൽ അവളാണ് മെയിൻ നായിക. ഞാനിപ്പോൾ ഒരു പടത്തിൻ്റെ ഷൂട്ടിംഗ് വേളയിലാണ്. അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അതിൻ്റെ പണിപ്പുര നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നല്ലൊരു കഥയുണ്ട്. അത് കുറച്ച് കഴിഞ്ഞാൽ പുറത്ത് വരുന്നതാണ്. കൂടാതെ കണ്ണനോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഇത് നിർത്തുന്നതാണ് നല്ലത്. കാരണം ഒരാളെ ഇത്രയും മോശമായി ചിത്രീകരിക്കുന്നത് ശരിയല്ല. അപ്പം അടുത്ത ഭാഗം ഞാൻ ഇതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ്. നിങ്ങൾക്കെല്ലാം നന്ദി, നമസ്കാരം.